നമസ്കാരം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് പൂഴിത്തോട്ടിൽ വീണ്ടും പുലിയിറങ്ങി. ബാവട്ടത്ത് ആടിനെ കൊന്നു. കൂട് സ്ഥാപിച്ച വനംവകുപ്പ്. പാലക്കാട് നെല്ലിയായിൽ കാട്ടുപന്നിയിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്ക്. കുളപ്പുള്ളിയിലെ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സിലെ CITU തൊഴിൽ തർക്കം തുടരുന്നു. 22-ന് പാലക്കാട് ജില്ലയിൽ വ്യാപാരി ഹർത്താൽ. CITU സമരത്തെ തുടർന്ന് കട പൂട്ടിയത് ഒരാഴ്ച മുൻപ്. ഇടുക്കി ചേരിയാർ പള്ളിക്കുന്ന് റോഡ് നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. റോഡ് പൊളിച്ചിട്ടതോടെ യാത്ര ദുഷ്കരം. പൊടിശല്യവും രൂക്ഷം. പ്രതിഷേധത്തിനൊരുങ്ങി നാട്ടുകാർ. അരുവിക്കര ജലസംഭരണിയിൽ ഡ്രഡ്ജിംഗ് തുടങ്ങി. മാലിന്യങ്ങളും മണലും നീക്കി. ആഴം കൂട്ടും. പദ്ധതി പൂർത്തിയാക്കുന്നതോടെ സംഭരണശേഷി 50% വർദ്ധിക്കും. വിശദമായി നോക്കാം. നിധി ഇനി ശിശുക്ഷേമ സമിതിയുടെ തണലിൽ വളരും. കൊച്ചിയിൽ ജാർഖണ്ഡ് ദമ്പതികൾ ഉപേക്ഷിച്ചു പോയ കുഞ്ഞിനെ ജനറൽ ആശുപത്രി അധികൃതർ ശിശുക്ഷേമ സമിതിക്ക് കൈമാറി. കുഞ്ഞിനെ ഏറ്റെടുക്കാൻ മാതാപിതാക്കൾ വിസമ്മതിച്ചതോടുകൂടിയാണ് CWCക്ക് കൈമാറിയത്. എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് R. ഷാഹിദ് ഷാ CWC ചെയർമാൻ വിൻസെന്റ് ജോസഫുമായി ചേർന്ന് കരാർ ഒപ്പിട്ട ശേഷം നിധിയെ കൈമാറി. 2.5 മാസം പ്രായമുള്ള പെൺകുഞ്ഞിന് നിധി എന്നാണ് പേരിട്ടിരിക്കുന്നത്. കുഞ്ഞുമണി, മണിക്കുട്ടി, അങ്ങനെ ഓമനത്വം തോന്നുന്ന പേരുകളൊക്കെയാണ് കുഞ്ഞിനെ പരിചരിച്ചവർ വിളിച്ചിരുന്നത്. 900 ഗ്രാം ഭാരമുണ്ടായിരുന്ന ഓക്സിജൻ സപ്പോർട്ട് ആവശ്യമായിരുന്ന അവസ്ഥയിൽ നിന്ന് പൂർണ്ണ ആരോഗ്യവതിയായാണ് നിധി ശിശുക്ഷേമ സമിതിയിലേക്ക് യാത്രയായത്. ആരോഗ്യ പ്രശ്നങ്ങളുമായി ആശുപത്രിയിൽ കഴിഞ്ഞ കുഞ്ഞിന് ഒരാഴ്ചയോളം ഓക്സിജൻ നൽകിയിരുന്നു. കുഞ്ഞിന് ആവശ്യമായ മുലപ്പാൽ ആശുപത്രിയിലെ മിൽക്ക് ബാങ്കിൽ നിന്നുമാണ് ഉറപ്പാക്കിയത്. കുട്ടി നിലവിൽ എബാൻഡൻഡ് ആണ്. CNCP ആണ്. അതായത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടിയാണ്. അപ്പോൾ CWC അതിനെ ഇന്ന് ഷെൽട്ടർ ചെയ്യും. നല്ലൊരു CCIയിൽ ഷെൽട്ടർ ചെയ്യും. സൂപ്രണ്ട് പറയുന്നത് കുട്ടിയെല്ലാം വളരെ നല്ല ഹെൽത്തിയാണ്, എല്ലാത്തിലും പ്രതികരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ വളരെ പ്രോഗ്രസ് ഉണ്ടെന്ന് പറയുന്നത്. നിലവിൽ എബാൻഡൻഡ് ആണ്. CNCP ആണ്. അതായത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടിയാണ്. കുഞ്ഞിന്റെ മാതാപിതാക്കൾ അവകാശവാദം ഉന്നയിച്ചെത്തിയാൽ അവർക്ക് കുഞ്ഞിനെ വളർത്താനുള്ള സാഹചര്യമുണ്ടെങ്കിൽ മടക്കി നൽകും. അല്ലെങ്കിൽ CWC തന്നെ സംരക്ഷിക്കുമെന്ന് ചെയർപേഴ്സൺ വിൻസെന്റ് ജോസഫ് പറഞ്ഞു. ജനുവരിയിലാണ് ജനിച്ച ഉടൻ സ്വകാര്യ ആശുപത്രിയിലെ ICUവിൽ ജാർഖണ്ഡ് സ്വദേശികളായ അച്ഛനും അമ്മയും നിധിയെ ഉപേക്ഷിച്ചത്. കുഞ്ഞിന്റെ സംരക്ഷണവും ചികിത്സയും ഏറ്റെടുക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശിക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രി തന്നെയാണ് കുഞ്ഞിന് നിധിയെന്ന് പേരിട്ടത്. ന്യൂസ് 18 കൊച്ചി. ആശാ സമരവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനകളെ പോസിറ്റീവായാണ് കാണുന്നതെന്ന് സമരസമിതി. സമരം എത്രയും പെട്ടെന്ന് സെറ്റിലാകുമെന്നാണ് പ്രതീക്ഷ. സമരം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി പൌരസമൂഹം സംഗമിക്കുമെന്നും ആശാ വർക്കർമാർ പറയുന്നു. ഡാൻകുരിന്റെ റിപ്പോർട്ട്. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ തുടരുന്ന അനിശ്ചിതകാല സമരം ഇന്ന് 60ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതേസമയം അനിശ്ചിതകാല നിരാഹാര സമരം 22 ദിനങ്ങൾ പിന്നിടുകയാണ്. വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് പരിസരത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ. പക്ഷേ അതിനിടയിലാണ് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി സമരത്തിന് നേതൃത്വം നൽകുന്നവർക്ക് അത് ഒത്തുതീർപ്പാക്കണം എന്ന ഒരു നിലപാടില്ല എന്ന വിമർശനവുമായി രംഗത്തെത്തിയത്. അതിൽ പ്രതികരണവുമായി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി കൂടിയായ MA ബിന്ദു നമ്മളോടൊപ്പം ചേരുന്നു. മുഖ്യമന്ത്രി ഇന്നലത്തെ പ്രസ്താവന ശ്രദ്ധിച്ചു കാണുമല്ലോ. എങ്ങനെയാണ് അദ്ദേഹത്തോട് മറുപടി പറയാനുള്ളത്? ഞങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ അവതരണം എല്ലാം ഞങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു. വീണ്ടും ചർച്ച നടക്കും, സമരം സെറ്റിൽ ചെയ്യും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. എന്നായിരിക്കും ചർച്ച? എന്തെങ്കിലും സൂചനയുണ്ട്? മുഖത്ത് ഭയങ്കര ചിരി. അങ്ങനെയൊന്നും സൂചന വന്നിട്ടില്ല. ഞങ്ങൾക്കതൊന്നും കേട്ടിട്ട് നിരാശയോ അങ്ങനെയുള്ള വിഷമങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഫെബ്രുവരി 10 വന്നപ്പോൾ പറഞ്ഞ കാര്യം എന്താണോ അത് നേരിട്ട് ഇവിടുന്ന് ഞങ്ങൾ പോകത്തുള്ളൂ. അദ്ദേഹം പറയുന്നത് നിങ്ങളിൽ ചിലർക്കാണ്, നേതൃത്വം കൊടുക്കുന്നവർക്കാണ് സമരം അവസാനിപ്പിക്കാൻ താല്പര്യമില്ലാത്തത് എന്നാണ്. അയ്യോ, അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. നമ്മള് ഇടയ്ക്ക് നടന്ന ചർച്ച അദ്ദേഹത്തിന്റെ മുന്നിൽ ബ്രീഫ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മിനിറ്റ്സ് ഉണ്ടെന്നാണ് അദ്ദേഹം ഇന്നലെ. പക്ഷെ അതിനകത്ത് ഞങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളും കൂടിയുണ്ട്. ഇത് സെറ്റിൽമെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു ഫോർമുല നമ്മൾ വെച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് 21,000 രൂപ വാങ്ങിച്ചേ പോകും എന്നുള്ള പിടിവാശിയാണെന്ന്. അങ്ങനെയല്ല, കമ്മിറ്റിയുടെ ഒരു പ്രപ്പോസൽ വെച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ചർച്ച ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ പടിപടിയായിട്ട് ഇത് വർദ്ധിപ്പിക്കാം എന്നൊക്കെയുള്ളൊരു ഡിസ്കഷൻ വന്നപ്പോൾ നമ്മളിത് സമരം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടൊരു പ്രപ്പോസൽ വെച്ചു. ഇങ്ങോട്ട് പ്രപ്പോസലൊന്നും വന്നില്ലല്ലോ. ആ അർത്ഥത്തിൽ അത് അദ്ദേഹം അറിയാതെ പോയോ എന്ന് സംശയം. അതിലെന്താണ് തുടർ നടപടി നിങ്ങൾ മുമ്പോട്ട് വെച്ച ആ പ്രപ്പോസലിൽ?
അല്ല, അത് ചർച്ചയ്ക്ക് വിളിക്കണം. നമ്മുടെ നമ്മൾ ഈ പർട്ടിക്കുലറായി ഉയർത്തിയിരിക്കുന്ന 2 ഡിമാൻഡുകളിലും തീരുമാനം വരണം. തീരുമാനം കമ്മിറ്റി തീരുമാനമല്ല. നമ്മൾ ഉയർത്തിയിരിക്കുന്ന അതിലൊരു ആ 2 ഡിമാൻഡുകളിന്മേൽ ചർച്ച ചെയ്ത് അതിനൊരു പ്രഖ്യാപനം ഉണ്ടാവും. എന്നാലേ നമുക്ക് നാളെ കഴിഞ്ഞ് നടക്കുന്ന പരിപാടി പ്രതിഷേധം ഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ അതോ? തീർച്ചയായിട്ടും കേരളത്തിന്റെ പൗരസമൂഹം പല തലങ്ങളിൽ വന്ന് പല ഘട്ടങ്ങളിൽ ഈ 60 ദിവസത്തിനുള്ളിൽ വന്ന് നമ്മളെ പിന്തുണച്ചു പോവുകയാണ്. അവരെല്ലാവരും കൂടെ ഒന്നിച്ചു വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും കൂടെ കേരളത്തോടൊപ്പം ആശമാരോടൊപ്പം കേരളം ഉണ്ടാവുമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയുണ്ട്. മറ്റ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക നായകന്മാർ അവരാണ് മുൻകൈ എടുത്തിരിക്കുന്നത്, ഞങ്ങളല്ല. ഡോക്ടർ ആസാദ്, ജോസഫ് സി മാത്യു സാറ്, പി ഉഷ, ഡോക്ടർ KG താര ഇവരെപ്പോലുള്ള ആളുകൾ മുൻകൈ എടുത്തിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആ പരിപാടിയോടൊപ്പം ചേരാൻ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും അവരുടെ കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടും ഒപ്പം ഇവിടെ എത്തിച്ചേരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് നാമമാത്രമായ ആളുകൾ മാത്രമാണ് ആശാവർക്കർമാരായി ഇവിടെ ഉള്ളതെന്നാണ്. അത് എന്താണോ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഉയർത്തുന്ന ഡിമാൻഡാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എത്ര പേരുണ്ട് എന്നുള്ളതല്ലല്ലോ, പറയുന്നത് ശരിയാണോ ന്യായമാണോ എന്നുള്ളതല്ലേ നോക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങനെ പരിഗണിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. അപ്പോൾ അതാണ് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനകൾക്ക്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ അഭിപ്രായങ്ങൾക്ക് ആശാ വർക്കർമാരുടെ പ്രതികരണം, മറുപടി അതാണ്. എന്തായാലും കാത്തിരിക്കാം അങ്ങനെയൊരു ചർച്ച ഉണ്ടാകുമോ എന്നറിയാൻ. ക്യാമറാമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കോഴിക്കോട് വീണ്ടും വെർച്വൽ അറസ്റ്റ് വഴി തട്ടിപ്പ്. 8,80,000 രൂപയാണ് കോഴിക്കോട് സ്വദേശിക്ക് നഷ്ടമായത്. മുംബൈയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പണം തട്ടിയത്. മുംബൈയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഗുരുതര കുറ്റം ചെയ്തതായും കേസ് തീർക്കാൻ ബാങ്ക് രേഖകൾ അയച്ചു തരണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. ബാങ്ക് രേഖകൾ കൈക്കലാക്കിയ സംഘം പണം അപഹരിക്കുകയായിരുന്നു. സംഭവത്തിൽ എലത്തൂർ പോലീസ് കേസെടുത്തു. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ KSAB ഉദ്യോഗസ്ഥനെതിരെ ലൈംഗികാതിക്രമ പരാതി. അസിസ്റ്റന്റ് എഞ്ചിനീയർ റാഷിദിനെതിരെ പോലീസ് കേസെടുത്തു. ഓഫീസിൽ വെച്ച് മോശമായി പെരുമാറിയെന്ന ജീവനക്കാരിയുടെ പരാതിയിലാണ് കേസ്. മാർച്ച് 25-നാണ് പരാതിക്കാസ്പദമായ സംഭവം. പരാതിക്കാരിയുടെ മൊഴിയെടുത്തു. ആരോപണ വിധേയനായ റാഷിദിനെ ഉടൻ ചോദ്യം ചെയ്യും. ഇടുക്കി കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന ആരോപണവുമായി കുടുംബം. തെളിവുകൾ നൽകിയിട്ടും കുറ്റക്കാർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്നാണ് ആരോപണം. സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം മടക്കി കിട്ടാതെ വന്നതോടെയാണ് കഴിഞ്ഞ ഡിസംബർ 20-ന് സാബു തോമസ് ജീവനൊടുക്കിയത്. ഭാര്യ മേരിക്കുട്ടിയുടെ ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ടപ്പോൾ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും അപമാനിച്ചിറക്കിവിട്ടെന്ന് വ്യക്തമാക്കിയുള്ള ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിരുന്നു. തുടർന്ന് 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഇവരെ തിരിച്ചെടുക്കുകയും ചെയ്തു. അവരെ തിരിച്ചെടുത്ത് ഒട്ടും ന്യായകരമല്ല. കാരണം ഈ ഒരു പാവം മനുഷ്യനെ കൊന്നിട്ട്, കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പീഡിപ്പിക്കുന്ന ഓഡിയോകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, കൃത്യമായ തെളിവുകളുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഇത് നീട്ടിക്കൊണ്ടു പോകുന്നു? തെളിവുകൾ ഹാജരാക്കിയിട്ടും CPM നേതാവ് VR സജിക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും കുടുംബം ആരോപിച്ചു. ആ മനുഷ്യന് സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്ന് കിടന്ന കിടപ്പിലായിപ്പോയി, മിണ്ടത്തില്ലാത്ത അവസ്ഥയിലായിപ്പോയി. ഇതിനെല്ലാം ഉത്തരവാദികൾ ഈ സൊസൈറ്റിക്കാരാണ്. അവരെ അത് ജനങ്ങൾ അറിയണം, ജനങ്ങൾ ഇത് അറിയണം. പ്രതികരിക്കേണ്ടത് ആവശ്യമാണ്, പ്രതികരിക്കേണ്ടത് തന്നെ ആവശ്യമാണ്. വെറുതെ വിടരുത് ഇവരെ. എന്തു വന്നാലും വേണ്ടുകയില്ല. കാരണം ഞങ്ങളുടെ ജീവിതത്തിലൂടെ എൻ്റെ ജീവിത പങ്കാളി പോയി. കാരണം അതുപോലെ വിഷമത്തിലാണ് ഞാൻ കഴിയുന്നത്. കാരണം ഞങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റിയിട്ടില്ലെന്നേ. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ വീണ്ടും പോലീസിനെ തന്നെ സമീപിക്കാനായിരുന്നു മറുപടി. ഈ സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം അമ്പലമുക്കിൽ അലങ്കാര ചെടികടയിലെ ജീവനക്കാരി വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി തമിഴ്നാട് സ്വദേശി രാജേന്ദ്രൻ കുറ്റക്കാരൻ. കന്യാകുമാരി കലക്ടറോടക്കം രാജേന്ദ്രനെക്കുറിച്ച് 7 റിപ്പോർട്ടുകൾ തേടിയ തിരുവനന്തപുരം സെഷൻസ് കോടതി വിധി പ്രസ്താവനത്തിനായി ഈ മാസം 21-ന് മാറ്റി. ഈ മാസം 21-നായിരിക്കും വിധി പ്രസ്താവിക്കുക. പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് വിനീതയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. ദൃക്സാക്ഷികളില്ലായിരുന്ന കേസിൽ കൊലപാതകത്തിനും മുമ്പും ശേഷവുമുള്ള പ്രതിയുടെ സഞ്ചാരപാത വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളും മറ്റ് ശാസ്ത്രീയ സാഹചര്യ തെളിവുകളുമായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിയത്. പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായും അംഗീകരിച്ചാണ് പ്രതി തോവാള സ്വദേശി രാജേന്ദ്രൻ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. പ്രതിയുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലവും മാനസികാവസ്ഥയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് കന്യാകുമാരി, തിരുവനന്തപുരം കളക്ടർമാരുടെ അടക്കമുള്ള 7 റിപ്പോർട്ടുകൾ തേടിയത്. സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, കന്യാകുമാരി, തിരുവനന്തപുരം ജയിൽ സൂപ്രണ്ടുമാർ, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ, കന്യാകുമാരി ജില്ലാ പ്രൊബേഷണറി ഓഫീസർ എന്നിവരും 7 ദിവസത്തിനുള്ളിൽ ഹാജരാകാനാണ് നിർദ്ദേശം.
തമിഴ്നാട്ടിൽ കസ്റ്റംസ് ഓഫീസറെയും ഭാര്യയെയും കുട്ടിയെയും കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് പ്രതി വിനീതയെ കൊലപ്പെടുത്തിയത്. കോടതിയിൽ പൂർണ്ണ വിശ്വാസം എന്ന് വിനീതയുടെ ബന്ധുക്കളും പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായി പ്രോസിക്യൂട്ടർ എം സലാഹുദ്ദീനും പ്രതികരിച്ചു. 2022 ഫെബ്രുവരി 6-നാണ് അലങ്കാരച്ചെടിക്കടയിലെ ജീവനക്കാരിയായിരുന്ന വിനീതയെ കഴുത്തിന് പിന്നിൽ കുത്തി കൊലപ്പെടുത്തിയത്. 4.5 പവന്റെ മാലയ്ക്ക് വേണ്ടിയായിരുന്നു കൊലപാതകം. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ സമയത്ത് നടന്ന കൊലപാതകത്തിന്റെ അന്വേഷണത്തിൽ പോലീസിന് വലിയ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് ചക്കിട്ടപ്പാറ പുഴിത്തോട്ടിൽ വീണ്ടും പുലി ഇറങ്ങി. പുഴിത്തോട്ട് മാവട്ടത്ത് ആടിനെ പുലി കൊന്നു. ഷെഡിൽ കെട്ടിയിരുന്ന ആടിനെ പാതി ഭക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ജനുവരിയിലും പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. പാലക്കാട് നെല്ലായിലെ കാട്ടുപന്നിയിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ഗുരുതര പരിക്ക്. അങ്കണവാടി ജീവനക്കാരിയായ നെല്ലായ സ്വദേശിനി സെലീനയ്ക്കാണ് പരിക്കേറ്റത്. പട്ടിശ്ശേരി അങ്കണവാടി വർക്കറാണ് സെലീന. വാണിയംകുളം പഞ്ചായത്തിൽ നടന്ന ICDS പ്രൊജക്ട് തല പരിപാടിയിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. പത്തംകുളം ഇറക്കത്തിലായി സെലീന സഞ്ചരിച്ച സ്കൂട്ടറിന് മുന്നിലായിരുന്നു റോഡിന് കുറുകെ കാട്ടുപന്നി ചാടിയത്. കാട്ടുപന്നി സ്കൂട്ടറിലിടിച്ചതോടെ സ്കൂട്ടർ മറിയുകയും സെലീന റോഡിലേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു. കയ്യിലും നട്ടലിനും പരിക്കുണ്ട്. പത്തനംതിട്ട വല്ലിയന്തിയിൽ വൃദ്ധ ദമ്പതികളെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. മേക്കയൂർ സ്വദേശികളായ രാജമ്മ, അപ്പു നാരായണൻ എന്നിവരെയാണ് മരിച്ചത്. വാടക വീട്ടിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് അപ്പു നാരായണനെയും രാജമ്മയെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആഴ്ചകൾക്ക് മുൻപാണ് ഇവർ വീട് വാടകയ്ക്കെടുത്ത് താമസം മാറിയത്. സാമ്പത്തികമായി ഏറെ പ്രയാസം നേരിട്ടിരുന്നു. രോഗങ്ങളും അലട്ടിയിരുന്നു. ഇതാണ് ജീവനെടുക്കാൻ കാരണമെന്നാണ് നിഗമനം. അച്ഛൻ ഇച്ചിരി മാനസികമായിട്ട് പ്രശ്നമുള്ള ആളാണ്. പിന്നെ അമ്മയെ കൂടെ ഇങ്ങനെ പറഞ്ഞ് അവർക്ക് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇതേപോലെ മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഉള്ളിൽ പേടി നിൽക്കുക. അങ്ങനെ ഈ അമ്മയ്ക്കും പ്രശ്നം. അമ്മ ഇവിടെ നിന്നൊക്കെ കരയും, പേടിച്ചൊക്കെ മാതാവിനെയൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ അമ്മമാർ സ്ഥലമൊന്നുമില്ല, 2 സെൻറ്റ് സ്ഥലമേ ഉള്ളായിരുന്നു. അത് ഇവർക്ക് സൊസൈറ്റിയിലെ കടത്തിന് വിറ്റ് പിന്നെ സ്ഥലമൊന്നുമില്ല. ഞങ്ങൾ കോഴിക്കോടായിരുന്നു. കോഴിക്കോട് നിന്ന് വന്നിട്ട് ഇവർ ഓണത്തിന് വന്നതാണ്. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയതേ ഉള്ളൂ. അമ്മ വിളിച്ചതാണ്, പോരെ വയ്യാന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഞങ്ങളിങ്ങ് പോകുന്നതാണ്. പോകുന്നിപ്പോൾ 2-3 ദിവസമായതുള്ളൂ വീട്ടിൽ വന്നിട്ട്. കടബാധ്യത തീർക്കാനായി മുൻപ് പത്തനംതിട്ടയിലെ വീട് ഇവർ വിറ്റിരുന്നു. പിന്നീട് കോഴിക്കോടായിരുന്നു താമസം. മകനും കുടുംബവും ഇവർക്കൊപ്പമായിരുന്നു. പത്തനംതിട്ട മേക്കയൂർ സ്വദേശികളാണ് വൃദ്ധ ദമ്പതികൾ. ന്യൂസ് 18 പത്തനംതിട്ട. ഇടുക്കി ശാന്തൻപാറ ചേരിയാർ പള്ളിക്കുന്ന് റോഡ് നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. മുൻപുണ്ടായിരുന്ന റോഡ് കുത്തിപ്പൊളിച്ചിട്ടതോടെ യാത്രയും ദുഷ്കരമായി. വലിയ പ്രതിഷേധത്തിലാണ് ഇവിടുത്തുകാർ. നമ്മുടെ ഈ റോഡിൻ്റെ അവസ്ഥ വർഷങ്ങളായിട്ട് വളരെ മോശമായിട്ട് കിടക്കുന്നത്. അത്യാവശ്യം ഒരു ടാക്സി വിളിച്ചാൽ നമ്മൾ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ പോലും വരാത്ത അവസ്ഥയാണ്. ഒരു പതിറ്റാണ്ടിലേറെയായി തകർന്നു കിടക്കുകയായിരുന്നു ചേരിയാർ പള്ളിക്കുന്ന് റോഡ്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ 2.5 വർഷം മുൻപ് പുനർനിർമ്മാണം തുടങ്ങി. നാട്ടുകാർക്കുണ്ടായ ആശ്വാസം പക്ഷേ നീണ്ടുനിന്നില്ല. 6 മാസത്തിനുള്ളിൽ പണി തീർക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായി. ഇപ്പോൾ 2 മാസം മുമ്പ് ആ വേനക്ക് വന്ന് ഒരു കോൺട്രാക്ടർ വന്ന് കുറേ JCB ഒക്കെ ആയിട്ട് വന്ന് ഈ പൊടിയെല്ലാം മാന്തി. കഴിഞ്ഞ 1 മാസക്കാലമായിട്ട് ഞങ്ങൾ ഇപ്പോഴും നിങ്ങൾ പറയും, ഞങ്ങൾക്ക് ഒരു ഉച്ച സമയമായ ഒരു 11 മണി കഴിഞ്ഞാൽ പിന്നെ കാറ്റും പൊടിയും കാരണം കട അടച്ചിട്ടുണ്ട്. പകുതി ബിസിനസ് നടത്താൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ടു. ഗതാഗതം നിലച്ചതോടെ പള്ളിക്കുന്ന് ചേരിയിൽ നിവാസികൾ ഒറ്റപ്പെട്ട അവസ്ഥയിലുമായി. റോഡിൽ അത്യാവശ്യം സ്കൂൾ ബസ് ഉൾപ്പെടെ ഏകദേശം 6-7 സ്കൂളിൻ്റെ ബസ് ഉൾപ്പെടെ ഓടിക്കൊണ്ടിരുന്ന ഒരു വാഹനവും ഈ റൂട്ടിൽ ഓടാൻ സാധിക്കാത്ത രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം ഈ കോൺട്രാക്ട് നടത്തിപ്പോയിരുന്നത്. കാൽനട യാത്ര പോലും പറ്റാതായി. മഴയായാൽ ചളിയും വേനലാകുമ്പോൾ പൊടിയും നാട്ടുകാരെ വലയ്ക്കുകയാണ്. വളരെ ധിക്കാരപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഇവിടുത്തെ നാട്ടുകാരുമായിട്ട് ഈ കോൺട്രാക്ടർക്ക്. എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ വഴക്കും ബഹളവുമായിട്ട് പോകുകയല്ലാതെ ഒരു വർക്കുകളും നേരവേ ചെയ്യുന്നില്ല. അറിയാതെ കണ്ട് വളരെ ആളുകൾ ഇവിടെ വന്ന് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പെങ്കൊച്ചി ഇവിടെ വന്ന് ഈ റോഡിൽ വന്ന് ബൈക്കിൽ വന്ന് വീണ് അവൾക്കൊണ്ട് രാജാക്കാട് പോയി കൈ ഒടിഞ്ഞ് അതിൽ കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയെല്ലാം മോശമായ വളരെ രീതികൾ പല ബുദ്ധിമുട്ടുകളും ഇതിനെ ഉണ്ടായിട്ടുണ്ട്. 4 കിലോമീറ്ററോളം ദൂരമുള്ള റോഡിന് 5 വർഷത്തെ അറ്റകുറ്റപ്പണികൾക്കടക്കമുള്ള ഫണ്ടാണ് അനുവദിച്ചത്. എസ്റ്റിമേറ്റിലില്ലാത്ത കലുങ്ക് നിർമ്മിക്കാനാകില്ലെന്ന് ആരോപിച്ച് കരാറുകാരൻ ആദ്യം നിർമ്മാണം വൈകിപ്പിച്ചു. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോൾ പള്ളിക്കുന്നിലെ ഉൾപ്പെടെയുള്ള വൈദ്യുത പോസ്റ്റുകളും ശുദ്ധജല വിതരണ പൈപ്പുകളും മാറ്റിയില്ലെന്ന കാരണം പറഞ്ഞ് വീണ്ടും നിർമ്മാണം പ്രതിസന്ധിയിലാക്കി. ജനങ്ങള് സംഘടിച്ചിറങ്ങി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഇതിൻ്റെ കോൺട്രാക്ട് എടുത്ത ആളെ കൊണ്ട് ഇതിൻ്റെ വർക്ക് എത്രയും വേഗം ചെയ്യിച്ച് ഞങ്ങൾക്ക് ഇത് സഞ്ചാരയോഗ്യമാക്കി കിട്ടണം.
2 വർഷമായിട്ട് ഞങ്ങൾ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് ബന്ധപ്പെട്ടവരോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. വിവിധ വകുപ്പുകൾ തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങളെല്ലാം പരിഹരിക്കുകയും ചെയ്തതോടെ കഴിഞ്ഞ മാസം ആദ്യം വീണ്ടും റോഡ് നിർമ്മാണം പുനരാരംഭിച്ചു. പള്ളിക്കുന്ന് ടൗണിൽ ഉൾപ്പെടെ റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്താനായി മണ്ണെടുത്തു മാറ്റി. എന്നാൽ അതിനുശേഷം കരാറുകാരൻ വീണ്ടും പണി നിർത്തിവെച്ചു. ഇതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം അരുവിക്കര ഡാം സൈറ്റിലെ ജലസംഭരണിയിൽ ഡ്രഡ്ജിംഗ് തുടങ്ങി. ഡാമും ആവാസ വ്യവസ്ഥയും സംരക്ഷിച്ചുകൊണ്ട് 1 മില്യൺ ക്യൂബിക് ലിറ്റർ ജലം ശേഖരിക്കാനുള്ള സൗകര്യമാണ് ഒരുങ്ങുന്നത്. തലസ്ഥാനത്തെ പ്രധാന ജലസ്രോതസ്സായ അരുവിക്കര ഡാമിലെ റിസർവോയറിൽ എക്കൽ മണ്ണും ചെളിയും പാഴ്ചെടികളും അടിഞ്ഞുകൂടിയിരുന്നു. ഇവ നീക്കി ഡാമിന്റെ സംഭരണശേഷി കൂട്ടാനുള്ള നടപടികളാണ് നടക്കുന്നത്. എക്കൽ അടിഞ്ഞതുമൂലം വലിയ തോതിൽ സംഭരണശേഷി നഷ്ടമായിരുന്നു. ഇതോടെ നഗരപ്രദേശത്ത് വെള്ളമെത്തിക്കാൻ മറ്റ് ഡാമുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയായി. കരാർ ഏറ്റെടുത്ത ഗുജറാത്ത് അഹമ്മദാബാദ് ഡിവൈൻ ഷിപ്പിംഗ് സർവീസസ് എന്ന കമ്പനിയാണ് റിസർവോയർ നവീകരിക്കുന്നത്. 2 ദശലക്ഷം മീറ്റർ ക്യൂബാണ് സംഭരണശേഷി. ആദ്യഘട്ടം ഡാമിന്റെ 18 കിലോമീറ്ററോളം ദൂരത്തിൽ റിസർവോയർ ശുചിയാക്കും. കൂവക്കുടി പാലത്തിന്റെ ഭാഗം, കാളിയാർ മൂഴി തുടങ്ങിയ പ്രദേശം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. 50ഓളം തൊഴിലാളികളുണ്ട്. ഒരു ദിവസം 240 മുതൽ 800 ക്യൂബിക് മീറ്റർ വരെ മണ്ണ് റിസർവോയറിൽ നിന്ന് പമ്പ് ചെയ്തു മാറ്റും. ചെളിവെള്ളം പ്രത്യേക ബണ്ട് കെട്ടി തയ്യാറാക്കിയ 4 ചെറു കുളങ്ങളിൽ നിറച്ച് ചെളി മാറ്റിയ ശേഷം ജലസംഭരണിയിലേക്ക് കടത്തിവിടും. കുഴിച്ചെടുക്കുന്ന മണൽ പാസ് മുഖേന ആവശ്യക്കാർക്ക് നൽകും. ഓട്, ചെടിച്ചട്ടി നിർമ്മാതാക്കൾക്ക് ചെളിമണ്ണ് നൽകും. പായലും പാഴ്ചെടികളും കാർഷിക സർവകലാശാലയുമായി സഹകരിച്ച് വളമാക്കി കർഷകർക്ക് നൽകും. 1 വർഷത്തിനുള്ളിൽ ജോലികൾ പൂർത്തിയാക്കും. ഇതോടെ സർക്കാരിന് 713.88 കോടി രൂപയുടെ വരുമാനം ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് കുളപ്പുള്ളിയിൽ CITU ഭീഷണിയെ തുടർന്ന് വ്യാപാരം നിർത്തിയ സ്ഥാപനം പൂട്ടിയ കടയുടമയ്ക്ക് പിന്തുണയുമായി വ്യാപാരികൾ. ഈ മാസം 22-ന് പാലക്കാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹർത്താൽ ആചരിക്കും. ഷൊർണൂർ കുളപ്പുള്ളിയിലെ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സിലെ തൊഴിൽ തർക്കത്തിൽ കടയുടമയ്ക്ക് പിന്തുണയുമായി വ്യാപാരികൾ. CITUവുമായുള്ള തർക്കത്തെ തുടർന്ന് സ്ഥാപനം പ്രവർത്തനം നിർത്തിയിരുന്നു. 20 വർഷമായി നടത്തിവന്ന സിമന്റ് കച്ചവടമാണ് ജയപ്രകാശ് അവസാനിപ്പിച്ചത്. ജയപ്രകാശിനെ പിന്തുണച്ച് വ്യാപാരികൾ ഈ മാസം 22-ന് ഹർത്താൽ ആചരിക്കും. CITU തൊഴിലാളികൾ ലോഡ് ഇറക്കാൻ അനുവദിക്കാത്തതിനാൽ 20 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടായെന്നും ഇതാണ് സ്ഥാപനം അടയ്ക്കാൻ കാരണമെന്നുമാണ് ഉടമ പറയുന്നത്. ഒരാഴ്ചയായി കടയടഞ്ഞു കിടക്കുകയാണ്. സിമന്റ് ഗോഡൌണിന് ഷട്ടറിട്ട് കടമുറി വാടകയ്ക്കെന്ന ബോർഡും വച്ചു. തൊഴിൽ നിഷേധത്തിനെതിരെയാണ് സമരമെന്നും കട പൂട്ടിയാലും പ്രതിഷേധം തുടരുമെന്നും CITUവും നിലപാടെടുത്തു. 22 ദിവസമായി CITU കുടിൽ കെട്ടി സമരം തുടരുകയാണ്. സിമന്റ് ചാക്കുകൾ കയറ്റിയിറക്കാൻ യന്ത്രം വച്ചതിനെ ചൊല്ലിയാണ് CITUവുമായി തർക്കം തുടങ്ങിയത്. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം പൊന്മുടിയിൽ സർക്കാരിന്റെ പുതിയ അതിഥി മന്ദിരം തുറന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. 4 നിലകളിലായി 22 റൂമുകളാണ് പുതിയ കെട്ടിടത്തിനുള്ളത്. 12,27,00,000 രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. ടൂറിസം മേഖലയിൽ കേരളം മത്സരിക്കുന്നത് ലോകരാജ്യങ്ങൾക്കൊപ്പമെന്ന് മന്ത്രി. ഇടിമിന്നലിനെ പേടിച്ച് കഴിയുന്നൊരു ഗ്രാമമുണ്ട് ഇടുക്കിയിൽ. കഞ്ഞിക്കുഴിയിലെ പൊന്നെടുത്താൽ ഗ്രാമവാസികളാണ് ഇടിമിന്നൽ മൂലം ദുരിതം അനുഭവിക്കുന്നത്. ഇതിൽ പഠനം വേണമെന്നാണ് ആവശ്യം. പൊന്നെടുത്താൽ ഗ്രാമവാസികൾക്ക് വേനൽ മഴയുടെ കാലം കടുത്ത ആശങ്കയുടെ നാളുകളാണ്. ഇടുക്കിയിൽ ഏറ്റവും അധികം ഇടിമിന്നൽ ഭീഷണിയുള്ള പ്രദേശമാണിവിടം. മുൻകാലങ്ങളിലൊക്കെ വേനൽ മഴയ്ക്കൊപ്പം നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രദേശത്തുകാർ അവരുടെ ആശങ്കകൾ അധികൃതരെ അറിയിക്കുമെങ്കിലും ഇതിൽ പഠനം നടത്താനോ സുരക്ഷിതത്വം ഒരുക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല. പല ഘട്ടങ്ങളിലും ജനപ്രതിനിധികൾക്ക് മുമ്പിൽ ഇതേക്കുറിച്ച് പറയുമ്പോൾ വിദഗ്ധരെ ഉപയോഗപ്പെടുത്തി പഠനം നടത്താം, ശാശ്വത പരിഹാരം കാണാം എന്നാണ് പറയുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥരിൽ നിന്നറിയാൻ കഴിയുന്നത് ഈ പ്രദേശത്തെ ധാതു സമ്പത്തിലുള്ള ഗണ്യമായ വ്യത്യാസമാണ് ഈ ഇടിമിന്നലിന് കാരണമാകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ രംഗത്ത് ഭൗമ വിദഗ്ധരെ ഉപയോഗപ്പെടുത്തി പഠനം നടത്തി ഈ പ്രദേശവാസികൾക്ക് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. ജീവനും സ്വത്തിനും സംരക്ഷണം ഇല്ലാതായതോടെ നിരവധി കുടുംബങ്ങൾ ഗ്രാമം വിട്ടുപോയി. മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള കാന്തിക ശേഷിയുള്ള ധാതുക്കളാണ് ഇടിമിന്നൽ കൂടാൻ കാരണമെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത്. ഇതിൽ ആധികാരിക പഠനം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ഇടുക്കി.
പാലക്കാട് പട്ടാമ്പിയിൽ വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. നഗരസഭയിലെ 187 ഗുണഭോക്താക്കൾക്കാണ് സിംഗിൾ കോട്ട് കട്ടിൽ നൽകിയത്. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിലാണ് വയോജനങ്ങൾ, രോഗബാധിതർ, ഒറ്റപ്പെട്ട് കഴിയുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് കട്ടിലുകൾ നൽകിയത്. 187 ഗുണഭോക്താക്കൾക്ക് കട്ടിൽ ലഭിച്ചു. സാധാരണക്കാരായ വയോജനങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാകുന്നതിൽ യാതൊരു തർക്കവുമില്ല. അവശരായിട്ടുള്ള ആളുകൾക്ക് ഒരു കട്ടിൽ വാങ്ങുന്നതിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അവരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ നഗരസഭ ഇപ്രാവശ്യം ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത്. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7,80,000 രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. ഒരു കട്ടിലിന് 4,200 രൂപയോളം ചിലവ് വരും. ഗുണമേന്മ കണക്കിലെടുത്താണ് മരം കൊണ്ടുള്ള കട്ടിലുകൾ നിർമ്മിച്ചത്. ഓരോ വാർഡിലെയും തെരഞ്ഞെടുത്ത ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ കട്ടിലുകൾ നൽകിയത്. ന്യൂസ് 18 പട്ടാമ്പി. പഴമയും പുതുമയും എന്ന പേരിൽ തലമുറ സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ് പട്ടാമ്പി നഗരസഭ കുടുംബശ്രീ CDS. വയോജനങ്ങൾക്ക് കൂട്ടാകാൻ യുവതലമുറയെ സജ്ജമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സംഗമം നടത്തിയത്. പട്ടാമ്പി നഗരസഭ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിലാണ് തലമുറ സംഗമം പരിപാടി സംഘടിപ്പിച്ചത്. പഴമയും പുതുമയും എന്ന പേരിൽ പട്ടാമ്പി നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി റിട്ടയർഡ് പ്രൊഫസർ CP ചിത്ര ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറയാണെങ്കിൽ പുതിയ കാലത്തിന്റെ എല്ലാതരം വേഗത്തിലും ഓടുന്നവരും ഈ രണ്ടു കൂട്ടരെയും ഒരുമിച്ചിരുത്തിയിട്ട് രണ്ട് കാലഘട്ടത്തിന്റെയും അനുഭവങ്ങൾ അന്യോന്യം പങ്കുവെക്കുക എന്നുള്ളത് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് വളരെയേറെ ആവശ്യമായിട്ടുള്ള ഒന്നാണ്. വയോജനങ്ങൾക്ക് കൂട്ടാകാൻ യുവതലമുറയെ സജ്ജമാക്കാൻ ഉദ്ദേശിച്ചാണ് സംഗമം നടത്തിയത്. കുടുംബശ്രീയിലെ പ്രായമായവരും പുതുതലമുറകളും അനുഭവങ്ങളും പങ്കുവച്ചു. ന്യൂസ് 18 പട്ടാമ്പി. വിഷുവിന് ഒരുങ്ങുകയാണ് നാട്. വിഷുവിനായി കളർഫുൾ വെറൈറ്റി പടക്കങ്ങളാണ് വിപണിയിലെത്തിയിട്ടുള്ളത്. അതേസമയം ഓൺലൈൻ പടക്ക കച്ചവടം പ്രതിസന്ധിയാകുന്നതായി വ്യാപാരികൾ പറയുന്നുമുണ്ട്. പടക്കമില്ലാതെ മലയാളികൾക്ക് എന്ത് വിഷു? ഇക്കൊല്ലവും പുതുമകളേറിയ പടക്കങ്ങൾ വിപണി കീഴടക്കുകയാണ്. വലിയ ശബ്ദത്തിനപ്പുറം നിറത്തിലും സ്വഭാവത്തിലും പുതുമയുള്ള ഇനങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. കമ്പിത്തിരിക്കും മേശപ്പൂവിനും നിലച്ചക്രത്തിനും തന്നെയാണ് ഡിമാൻഡ്. പാക്കറ്റിന് 10 രൂപ മുതൽ 500 വരെയുള്ള കമ്പിത്തിരികൾ എത്തിയിട്ടുണ്ട്. പഴയ കാലത്തിനെ അപേക്ഷിച്ച് പൊട്ടുന്ന പടക്കങ്ങൾക്ക് കച്ചവടം കുറവാണ്. കൂടുതലും ചൈനീസ് പടക്കങ്ങളാണ് വിറ്റഴിക്കുന്നത്. വട്ടത്തിൽ വിരിയുന്ന കുടക്കമ്പിത്തിരി, സിൽവർ ഫിഷ്, ഷോർട്ട് ടോയ് ഗണ്ണ് തുടങ്ങി വെറൈറ്റി ഇനങ്ങളാണ് പടക്ക വിപണിയിലെ താരങ്ങൾ. കുട്ടികൾ ഏറ്റവും ഈ തവണ സെയിൽ ചെയ്തതും ഞങ്ങൾ സെയിൽ ചെയ്തതും കുട്ടികൾ ഇഷ്ടപ്പെടുന്നതുമായ ഒരു ടോയ് ഗണ്ണാണ്. ഇതിങ്ങനെ കുട്ടികൾക്ക് കത്തിച്ച് പിടിക്കാവുന്നതാണ്. ഇതിൽ നിന്നിങ്ങനെ ഉണ്ട പോകുന്നത് പോലെ ബോർഡുകൾ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പല മോഡലുകളും ഇക്കുറി ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ മിക്ക ഇനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. നിയമങ്ങൾ ലംഘിച്ചു നടക്കുന്ന ഓൺലൈൻ പടക്ക കച്ചവടം പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും വ്യാപാരികൾ പറഞ്ഞു. യാതൊരു കടലാസുമില്ലാതെ ഓൺലൈൻ വ്യാപാരം നടക്കുകയാണ്. അതിനെതിരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ചില മേഖലകളിലെല്ലാം ഓൺലൈൻ കച്ചവടം നടക്കുന്നുണ്ട്. വളരെ അപകടകരമായൊരവസ്ഥയാണ്. ഓൺലൈൻ കിറ്റുകൾക്കിടയിലൂടെ ഈ പടക്കം കൊണ്ടുവന്നിട്ട് വിൽപ്പന നടക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്. കനത്ത ചൂടും മുൻവർഷങ്ങളിലെ അപകടങ്ങളും കണക്കിലെടുത്ത് പടക്ക വിപണിയിൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വഴിയോര പടക്ക വിപണികൾ ഇത്തവണ കുറവാണ്. വിഷു അടുക്കുംതോറും പടക്ക വിപണികളിൽ ഇനിയും തിരക്കേറും. ന്യൂസ് 18 പട്ടാമ്പി. കാസർകോട്ടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന വ്യത്യസ്ത രീതിയിലുള്ളൊരു കറിവെപ്പിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. തീയിൽ ചൂടാക്കി പഴുപ്പിച്ച ഇരുമ്പും മൺപാത്രവും തിളയ്ക്കുന്ന ചെമ്പ് പാത്രത്തിലേക്ക് ഇറക്കിയുള്ള കറി തയ്യാറാക്കൽ വേറിട്ട കാഴ്ചയാണ്. പൂർവോത്സവത്തിന്റെ ഭാഗമായി കാസർകോട് ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ കറി തയ്യാറാക്കുന്നത്. ഔഷധ ഗുണമുള്ള ഉള്ളിക്കറി തയ്യാറാക്കി ഭക്ഷണമൊരുക്കൽ പൂരക്കളി നടക്കുന്ന ക്ഷേത്രങ്ങളിൽ പ്രധാനമാണ്. ഇത്തരത്തിൽ കറി തയ്യാറാക്കുന്നതിലെ സവിശേഷതയാണ് ആരെയും ആകർഷിക്കുന്നത്. നീലേശ്വരം നാഗച്ചേരി ഭഗവതി സ്ഥാനത്ത് ഉള്ളിക്കറി തയ്യാറാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. മണിക്കൂറുകളോളം തീയിൽ വെച്ച് ചൂടാക്കി പഴുപ്പിച്ച ഇരുമ്പും മൺപാത്രവും ഉള്ളിക്കറിയിലേക്ക് ഇറക്കുക എന്നത് പാരമ്പര്യ രീതിയാണ്. ഇവ കറിയിലേക്ക് ഇറക്കുമ്പോൾ ഉള്ളിക്കറി നന്നായി തിളച്ച് രുചി കൂടുമെന്നാണ് പാചകക്കാർ പറയുന്നത്. അതായത് ഉള്ളിക്കറിയിലേക്ക് ചട്ടി വെക്കുന്നത് വെച്ചാൽ ഇത് തിളക്കൂല. ഒരു തിളക്കൂല വെച്ചാൽ എത്ര കത്തിച്ചാലും അടിക്ക് പിടിക്കുന്നല്ല, തിളക്കുന്ന ചേട്ടൻ നന്ന കുറവാണ്. അത് ഓരോ വിദ്യാന്മാർ തിളക്കെന്ന് പറയും, എന്നാലും തിളക്കൂല. അതിന് അടുപ്പിൽ ഈ ചെമ്പ് പാത്രം തീമാക്കുമ്പോൾ തന്നെ ഒരു ഇരുമ്പ് തണ്ടോ
അതേപോലെ തന്നെ മങ്ങണോ അത് ഈ അടുപ്പിൻ്റെ അടിയിൽ വെച്ച് അതിൻ്റെ ചുറ്റും കത്തിച്ചിട്ടാണ് ഇതിനെ കൂട്ടുന്നത്. നീലേശ്വരം, ചെറുവത്തൂർ, കയ്യൂർ, പൊടോതുരുത്തി തുടങ്ങിയ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിലാണ് ഉള്ളിക്കറി തയ്യാറാക്കുന്നതിൽ ഇത്തരം പാരമ്പര്യ രീതികൾ പിന്തുടരുന്നത്. പൂരോത്സവ കാലത്ത് മാത്രമാണ് ഈ വേറിട്ട രീതിയും. കഞ്ഞിവെള്ളവും അരിപ്പൊടിയും മുതിരയും തേങ്ങാപ്പാലും ചേർത്ത് അതിലേക്ക് വെളുത്തുള്ളി നീര് പിഴിഞ്ഞൊഴിച്ചാണ് കറി തയ്യാറാക്കുന്നത്. ഓരോ പൂരോത്സവവും ഉള്ളിക്കറിയുടെ രുചി കൂടി തലമുറകളിലേക്ക് പകരുകയാണ്. ന്യൂസ് 18 കാസർഗോഡ്. ആറ്റിങ്ങൽ കരാട്ടെ ടീമിന്റെ 13ാമത് ആനുവൽ ബ്ലോക്ക് ബെൽറ്റ് ക്യാമ്പ് തുടങ്ങി. വിവിധ ബ്രാഞ്ചുകളിലെ വിദ്യാർത്ഥികൾക്കായി 10 ദിവസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്യാമ്പ് ഉദ്ഘാടനം കടക്കാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീല എസ് നിർവഹിച്ചു. ആറ്റിങ്ങൽ കരാട്ടെ ടീം ഫൗണ്ടറും ചീഫ് കോച്ചുമായ വി സമ്പത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ആറ്റിങ്ങൽ കരാട്ടെ ടീം വൈസ് പ്രസിഡന്റും ജില്ലാ സ്പോർട്സ് കൌൺസിൽ കരാട്ടെ നോമിനിയുമായ ടി ലാലു, പെരുങ്കുളം വാർഡ് മെമ്പർ ജയന്തി സോമൻ, മണനാക്ക് വാർഡ് മെമ്പർ ഷിജു എം, വാർഡ് മെമ്പർ അൻസാർ ജലീൽ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ലീൻ കേരള ദേശീയ കോൺക്ലേവ് തിരുവനന്തപുരം കനകക്കുന്നിൽ ഏപ്രിൽ 9 മുതൽ 13 വരെ നടക്കും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അവതരണങ്ങൾ, സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ, കോൺഫറൻസുകൾ, പുതിയ സാങ്കേതിക വിദ്യകളുടെയും മാതൃകകളും അവയുടെ പ്രദർശനവും എന്നിവയും കോൺക്ലേവിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ദ ക്ലീൻ കേരള കോൺക്ലേവ് ഏപ്രിൽ 9 മുതൽ 13 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ. പൂർണ്ണമാകുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. രഞ്ജിത് രാമചന്ദ്രൻ ചേരും. നമസ്കാരം.